ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ അതിലൊരു സ്പെഷ്യൽ ചേരുവയാണ് ചേർക്കുന്നത്. അതിനായിട്ട് ഒരു 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അല്പം ഉപ്പ് ചേർത്ത് അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം. പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ഒരു 3 സവാള, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, അല്പം ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്ന വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് പിന്നെ വേണ്ടത് നമ്മൾ വഴന്നു വരുമ്പോൾ പൊടികൾ ചേർക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ നമ്മൾ ചിക്കൻ മസാലയും കൂടി ചേർത്ത് പച്ചമണം മാറുന്ന വരെ വഴറ്റിയതിന് ശേഷം 3 തക്കാളി ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക. നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി ഒരു 10-15 മിനിറ്റ് നേരം വേവിക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സ്പെഷ്യൽ ചേരുവ ഉണ്ടാക്കാം. അതിനായി പാൻ ചൂടാവുമ്പോൾ കുറച്ച് നാളികേരം, അതായത് ചിരകിയ നാളികേരം ഒന്ന് ക്രഷ് ചെയ്ത് ഒരേ പരുവത്തിലാക്കിയതാണ്. അതിലേക്ക് 2 കറുവാപ്പട്ട, 1 അല്ലി വെളുത്തുള്ളി, കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അത് ബ്രൗൺ നിറമാവണ വരെ വറുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായി പൊടിച്ചെടുക്കാം. വെന്ത് വരുന്ന ചിക്കനിലേക്ക് ഈ ചേരുവ ചേർത്ത് നന്നായി ഇളക്കി ഒരു 20 മിനിറ്റ് നേരെങ്കിലും അതൊന്ന് പിടിക്കാൻ വേണ്ടി നന്നായി വേവിച്ചെടുക്കാം. ചിക്കൻ റോസ്റ്റ് റെഡി. ഇതിൻ്റെ മണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.